ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. വിടവാങ്ങിയത് വിശ്വാസത്തിൽ ഉറച്ച് ധീരമായ നിലപാടെടുത്ത വ്യക്തിത്വം. സർക്കാരിന്റെ മദ്യനയത്തിൽ കള്ളുചെത്ത് വ്യവസായത്തിന് സംരക്ഷണം കിട്ടുമെന്ന പ്രതീക്ഷയില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. പരമ്പരാഗത തൊഴിൽ മേഖല സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രാജേന്ദ്രൻ. വെണ്ടൂരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന് ആരോപണം. ഭക്ഷണം കഴിച്ചത് അങ്കമാലിയിലെ ഹോട്ടലിൽ നിന്ന്. പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. തെക്കുമുകര പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായി പരാതി. ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സമീപമുള്ള ഭൂവുടമ ആക്ഷേപവുമായി രംഗത്ത്. കുന്നംകുളം കണിയാമ്പലിൽ പന്നികളുടെ ആക്രമണത്തിൽ പന്നിവേട്ടക്കാരന് ഗുരുതര പരിക്ക്. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. ഏനമാവ് കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ കൊമ്പൻ കരുവന്തല ഗണപതി ചരിഞ്ഞു. വിട പറഞ്ഞത് ഉത്സവങ്ങളിലെ നിറസാന്നിധ്യം. വാർത്തകൾ വിശദമായി. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. വിടവാങ്ങിയത് വിശ്വാസത്തിൽ ഉറച്ച് ധീരമായ നിലപാടെടുത്ത വ്യക്തിത്വം. വത്തിക്കാനിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ഐറിസിലായിരുന്നു ജനനം. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോർജ് മാരിയോ ബർഗോളിയ 1969 ഡിസംബർ 13 വൈദികനായി. 1973 മുതൽ 79 വരെ സഭയുടെ പ്രൊവിൻഷ്യാളായി. 1992 ബ്യൂണസ് ഐറിസിന്റെ സഹായമെത്രാനായി. 1998 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരിക്കെ ആഡംബരപൂർണമായ വസതി ഉപേക്ഷിച്ച് ചെറിയ വീട്ടിലായിരുന്നു താമസം. 2001 കർദിനാളായി. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനത്തെ തുടർന്നായിരുന്നു അർജന്റീനയുടെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയ 2013 മാർച്ച് 13 മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തത്. ആഡംബരവും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിത പ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് അദ്ദേഹം. ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യ മാർപ്പാപ്പയായിരുന്നു. സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോളതാപനം വരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലോകം കാതോർത്തിരുന്നു. ലോക രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ നടത്തി. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ പങ്കുവഹിച്ചു. അഭയാർത്ഥികളുടെ മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു. ബാലപീഡനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു. ബാലപീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാമാർക്കുമെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്നതിൽ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. സഭാഭരണത്തിൽ ദരിദ്രർക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയെടുത്ത വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. സഭയുടെ പരിഷ്കരണത്തിൽ നിർണായകമായ പങ്കുവഹിച്ച മനുഷ്യപ്പറ്റുള്ള ഇടയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ന്യൂസ് ഡെസ്ക് TCV. വെളിച്ചം ബാക്കിയാക്കി നിത്യതയിൽ ലയിച്ച ആഗോള സഭയുടെ വലിയ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇരിഞ്ഞാലക്കുട രൂപതയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. സ്പർശിച്ച മേഖലകളിലെല്ലാം ആത്മീയതയുടെയും വിനയത്തിന്റെയും വിശുദ്ധിയുടെയും നവചൈതന്യം കത്തോലിക്ക സഭയ്ക്കും ലോകത്തിനും പ്രദാനം ചെയ്യാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചതായി ബിഷപ്പ് പറഞ്ഞു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ഉപവിയുടെയും മാതൃക കാണിച്ചു തന്ന യേശുവിൻ്റെ ചൈതന്യം ജീവിച്ച നല്ല ഇടയനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. പരിശുദ്ധ പിതാവിൻ്റെ നന്മയ്ക്കും സമർപ്പിത ജീവിതത്തിനും സർവേശ്വരൻ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപ്പയുടെ അനുസ്മരണാർത്ഥം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇരിങ്ങാലക്കുട സ്പിരിച്വാലിറ്റി സെൻ്ററിൽ വെച്ച് വിശുദ്ധ ബലി അർപ്പിക്കുന്നതാണ്. വിശുദ്ധ ബലിയെ തുടർന്ന് മൗന റാലിയായി കത്തീഡ്രൽ അങ്കണത്തിലേക്ക് വന്ന് സർക്കാരിന്റെ മദ്യനയത്തിൽ കള്ളുചെത്ത് വ്യവസായത്തിന് എന്തെങ്കിലും പ്രയോജനമോ സംരക്ഷണമോ കിട്ടുമെന്ന പ്രതീക്ഷയില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ.
പരമ്പരാഗത കള്ളുചെത്ത് വ്യവസായം തകർക്കുന്ന സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് മാള ചാലക്കുടി റേഞ്ച് ചെത്ത് മദ്യ വ്യവസായ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മാള എക്സൈസ് റേഞ്ച് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ മദ്യവിൽപ്പനശാലകൾക്ക് 100ഉം കള്ളുഷാപ്പുകൾക്ക് 400 മീറ്റർ ദൂരപരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടിയോ നടപടിയോ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്നും കെ പി രാജേന്ദ്രൻ പറഞ്ഞു. നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്ന സർക്കാർ നിലവിലുള്ള പരമ്പരാഗത തൊഴിൽ സംരക്ഷിക്കാൻ തയ്യാറാകണം. കള്ളുചെത്ത് വ്യവസായ മേഖലയിൽ ഇതിനകം നിരവധി തൊഴിൽ നഷ്ടപ്പെട്ടുവെന്നും കെ പി രാജേന്ദ്രൻ പറഞ്ഞു. മദ്യവ്യവസായ തൊഴിലാളി യൂണിയൻ മാള ചാലക്കുടി റേഞ്ച് പ്രസിഡന്റ് കെ വി വസന്തകുമാർ അധ്യക്ഷനായി. എ വി ഉണ്ണികൃഷ്ണൻ, കെ വി സുജിത് ലാൽ, കെ എം ലെനിൻ, എം വി അനിലൻ, വി എം ചന്ദ്രബോസ്, സി എൻ സുധാർജനൻ, എ പി വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. അവിടെ 50 മീറ്റർ മതി, അല്ലെങ്കിൽ 100 മീറ്റർ. കള്ള് ഷാപ്പുകൾ കെട്ടണമെങ്കിൽ കള്ള് ഷാപ്പ് പ്രവർത്തിക്കും. ആമ്പല്ലൂർ വെണ്ടൂരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്ന് ആരോപണം. വെണ്ടൂർ അളഗപ്പ ഗ്രൗണ്ടിനു സമീപം കല്ലൂക്കാരൻ ഹെൻറിയുടെ മകൾ ഒലീവിയ ആണ് മരിച്ചത്. ശനിയാഴ്ച വിദേശത്തുനിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ ഹെൻറിയെ കൊണ്ടുവരാൻ പോയതാണ് ഒലീവിയ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ. വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഹെൻറിയും ഭാര്യയും അമ്മയും ഒലീവിയയും അങ്കമാലിയിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു. വീട്ടിലെത്തിയതോടെ ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഇതോടെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒലീവിയയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്ത് ഇവർ വീട്ടിലേക്ക് മടങ്ങി. തുടർന്നും അവശത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പിന്നെയും വഷളായി. ഇതോടെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. പുതുക്കാട് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. സംഭവത്തിൽ പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും ചേർന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായി പരാതി. ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സമീപമുള്ള വടക്കേടത്ത് ചെറിയിൽ വീട്ടിൽ ജോസഫിന്റെ 1 ഏക്കർ കൃഷിഭൂമി പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ എഴുതി ചേർത്തെന്നാണ് ആരോപണം. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ, പഞ്ചായത്ത് അംഗം ബീന കുര്യൻ, മുൻ മെമ്പർ രാജൻ കൊല്ലാറ എന്നിവർ ചേർന്നാണ് തന്റെ പേരിലുള്ള സ്ഥലം പഞ്ചായത്തിൻ്റെതാക്കി മാറ്റാൻ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം. തങ്ങൾക്ക് അവകാശപ്പെട്ട വനഭൂമിയിൽപ്പെട്ട സ്ഥലമാണിത്. വനഭൂമിയിൽ പഞ്ചായത്തിന് ഒരു അധികാരവും ഇല്ലെന്നിരിക്കെ നിലവിലെ ഭൂമി തിരിമറി നടത്താനായാണ് സ്ഥലം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് ജോസഫ് പറയുന്നു. CPMന്റെ നേതൃത്വത്തിൽ കോവിഡ് കാലത്ത് ഈ സ്ഥലത്ത് കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് പന്ത് കളിപ്പിച്ച് ഇവിടം കളിയിടമാക്കി മാറ്റാനുള്ള ശ്രമം നടന്നതായും വഴി അടച്ചുകെട്ടുകയും ജോസഫിന്റെ സ്ഥലത്തെ കൃഷി വെട്ടി നശിപ്പിച്ചതായും കുടുംബത്തെ ആക്രമിച്ചതായും പരാതിയുണ്ട്. സംഭവത്തിൽ പോലീസിട്ട FIR പാർട്ടി സ്വാധീനത്താൽ ഇല്ലാതാക്കാനും ശ്രമം നടത്തുകയാണെന്നും ഇതിൽ കളക്ടറോ ബന്ധപ്പെട്ട അധികാരികളോ അന്വേഷണം നടത്തണമെന്നും ജോസഫും ഭാര്യ മോളി, മകൻ ജോബി എന്നിവർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. TCV തൃശൂർ. കുന്നംകുളത്ത് കണിയാമ്പലിൽ പന്നിവേട്ടക്കാരനെ പന്നികൾ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. മുകേഷിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പന്നിവേട്ടയ്ക്കിടെ വെടികൊണ്ട പന്നിയെ നോക്കാൻ പോയ സമയത്ത് കൂട്ടമായി എത്തിയ പന്നിക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ മുകേഷിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏനാമാവ് കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ കൊമ്പൻ കരുവന്തല ഗണപതി ചരിഞ്ഞു. 26 വയസ്സ് പ്രായമുള്ള കൊമ്പൻ ഗണപതി ഉദരസംബന്ധമായ അസുഖവും വിറയലും മൂലം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 13 വർഷമായി കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു ഗണപതി. 2012 ഒറ്റപ്പാലത്ത് നിന്നാണ് ആനയെ കൊണ്ടുവന്നത്. കഴിഞ്ഞ വിഷുവിനോടനുബന്ധിച്ചുള്ള ഉത്സവങ്ങളിലും പങ്കെടുത്തിരുന്നു. സോഷ്യൽ ഫോറസ്ട്രി തൃശൂർ ഡിവിഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിജി പി വർഗീസിന്റെ നേതൃത്വത്തിൽ മേൽനടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മലയാറ്റൂരിൽ ആനയുടെ സംസ്കാരം നടത്തും. ധാരാളം ആരാധകരുള്ള ഗണപതിയെ അവസാനമായി കാണാൻ നിരവധി ആനപ്രേമികളാണ് കരുവന്തലയിൽ എത്തിയത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭക്തരും ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരും തമ്മിൽ സംഘർഷം. കിഴക്കേനടയിൽ കല്യാണ മണ്ഡപത്തിനു സമീപം തിങ്കളാഴ്ച രാവിലെ 7ഓടെയാണ് സംഘർഷമുണ്ടായത്. ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരായ സന്തോഷ്, സുഭാഷ്, ബാബു എന്നിവരാണ് ദൃശ്യത്തിൽ ഉള്ളത്. കൊല്ലം അഞ്ചൽ സ്വദേശിയും ആർമി ഉദ്യോഗസ്ഥനുമായ അനിൽകുമാറും മകൻ അമലും സെക്യൂരിറ്റി ജീവനക്കാരുമായാണ് സംഘർഷമുണ്ടായത്. അനിൽകുമാറിന്റെ ഇരു കൈകളും സെക്യൂരിറ്റി ജീവനക്കാരൻ പുറകിലോട്ട് പിടിച്ചിരിക്കുന്നതായി ദൃശ്യത്തിലുണ്ട്. അമലിന്റെ കോളർ ജീവനക്കാർ പിടിക്കുന്നുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൂടെ വധൂവരന്മാരെ കടത്തിവിടുന്ന വഴിയിലൂടെ കയറാൻ ശ്രമിച്ചത് തടയുകയായിരുന്നുവെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്നത്.
എന്നാൽ ക്ഷേത്ര ദർശനത്തിന് വരി നിൽക്കുന്നതിനിടെ ജീവനക്കാർ മോശമായി പെരുമാറുകയും ഇത് ചോദ്യം ചെയ്തതോടെ മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് അമൽ പറഞ്ഞു. മറ്റൊരു വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയവരാണ് ദൃശ്യം പകർത്തി സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ജീവനക്കാരുടെ പരാതി ലഭിച്ചതായി ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അജയ്കുമാർ പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയാണ് ജീവനക്കാർ പോലീസിൽ പരാതി നൽകുന്നത്. എന്നാൽ കൊല്ലത്ത് നിന്ന് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ അനിൽകുമാറും കുടുംബവും രാവിലെ 10ഓടെ ഗുരുവായൂരിൽ നിന്ന് മടങ്ങി. പിടിവലിയിൽ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല പൊട്ടി കൊളുത്ത് നഷ്ടപ്പെട്ടുവെങ്കിലും പരാതി നൽകാതെ നാട്ടിലേക്ക് മടങ്ങുകയാണെന്ന് അമൽ പറഞ്ഞു. ഹൈക്കോടതി വീഡിയോഗ്രാഫി നിരോധിച്ച സ്ഥലത്തെ ദൃശ്യങ്ങളാണ് സാമൂഹ്യമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷുക്കണി സമയത്തെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് വിലക്കുണ്ടായിരുന്നു. ദേവസ്വം ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിനെതിരെ സാമൂഹ്യമാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. മണ്ണമ്പേട്ടയിൽ ബസ്സും സ്കൂട്ടറുകളും കൂട്ടിയിടിച്ച് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടർ വരുന്നത് കണ്ട് വെട്ടിക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ചാണ് ചെങ്ങാലൂർ സ്വദേശി പെല്ലിശ്ശേരി വീട്ടിൽ ജോളി, മകൾ എബീന എന്നിവർക്ക് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ബസിന്റെ ചക്രങ്ങൾ സ്കൂട്ടറിലൂടെ കയറിയിറങ്ങി. മറ്റൊരു സ്കൂട്ടറിൽ നിന്നും യാത്രക്കാരൻ പാതയോരത്തെ കാനയിലേക്ക് തെറിച്ചു വീണെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റ അമ്മയെയും മകളെയും തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത ചാലക്കുടിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർക്കുന്ന അടിയന്തര യോഗം ചൊവ്വാഴ്ച നടക്കും. റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലാണ് യോഗം. ദേശീയപാത അതോറിറ്റി അധികൃതരും കരാർ കമ്പനി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലെ തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം എടുക്കുക. ജനങ്ങൾക്ക് സുരക്ഷിത യാത്രയ്ക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത അതോറിറ്റി അധികൃതർക്ക് താക്കീത് നൽകിയിരുന്നു. പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിലാണ് ടോൾ പിരിവ് നിർത്തലാക്കാനായി ഇറക്കിയ ഉത്തരവ് കളക്ടർ താൽക്കാലികമായി മരവിപ്പിച്ചത്. മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര ഭാഗങ്ങളാണ് വാഹന ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുന്നത്. എടവിലങ്ങിൽ യുവാക്കൾ ഒരുക്കിയ കളിക്കളത്തിന് നേരെ സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം. ഫുട്ബോൾ മൈതാനിയിലെ ഗോൾ പോസ്റ്റുകൾ നശിപ്പിച്ചു. എടവിലങ്ങ് ബേബി ഗിരിജ റോഡിനു സമീപം സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ സ്ഥലത്താണ് പ്രദേശത്തെ യുവാക്കൾ കളിസ്ഥലം ഒരുക്കുന്നത്. ഫുട്ബോൾ കളിക്കുന്നതിനായി ഇവിടെ തയ്യാറാക്കിയിരുന്ന മുള കൊണ്ടുള്ള ഗോൾ പോസ്റ്റുകൾ അടിച്ചു തകർക്കുകയും മോഷ്ടിക്കുകയുമായിരുന്നു. പ്രദേശത്ത് ലഹരി ഉപയോഗിക്കുന്നവരും കച്ചവടക്കാരും തമ്പടിക്കുന്നത് പതിവാണെന്നും ലഹരിക്കെതിരെ കായിക വിനോദങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ കളിക്കളം നശിപ്പിച്ചത് ലഹരി സംഘമാണെന്നും എടവിലങ്ങ് സൗഹൃദ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ഷഫീഖ് ദാദ, അഡ്വക്കേറ്റ് നിയാമത്ത് എന്നിവർ ആരോപിച്ചു. ഈ കളിസ്ഥലം നമുക്ക് നൽകിയത് നമ്മുടെ ഒരു സുഹൃത്താണ്. അതിനെ പേരിൽ നമ്മളെല്ലാം ക്ലീൻ ആക്കിക്കൊണ്ട് ഫുട്ബോൾ കളിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി ഇന്നലെ പോസ്റ്റ് ഇടുകയും എല്ലാം ചെയ്ത് ക്ലീനാക്കി പറമ്പെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇന്നലെ ഞങ്ങൾ കണ്ടത്. ഇന്ന് രാവിലെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ പറമ്പിൽ ഞങ്ങൾ ഇട്ടിരുന്ന പോസ്റ്റും ഒന്നും തന്നെ കാണാനില്ല. ഈ ഭാഗത്തുനിന്ന് വെച്ചാൽ കൂടുതലായിട്ടും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഈ എടവിലങ്ങ് പ്രദേശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി TCV ഒരുക്കിയ സിഗ്നേച്ചർ ഫിലിമിന്റെ പ്രകാശനം നടന്നു. തൃശൂർ TCV സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, പാറമേക്കാവ് സെക്രട്ടറി G. രാജേഷ്, തിരുവമ്പാടി സെക്രട്ടറി K. ഗിരീഷ് കുമാർ എന്നിവർ ചേർന്ന് തൃശൂർ പൂരം സിഗ്നേച്ചർ ഫിലിമിന്റെ പ്രകാശനം നിർവഹിച്ചു. എല്ലാ പ്രേക്ഷകരെയും വളരെ ആനന്ദത്തിൽ ആറാടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തൃശ്ശൂർ പൂരം പ്രേക്ഷകരിലെത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. TCV ഒരുക്കിയ ഈ സിഗ്നേച്ചർ കാണേണ്ട വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എല്ലാ കൊല്ലവും TCV എല്ലാ ഉത്സവങ്ങളും കൂടുതലായി നടത്തുന്ന എല്ലാ ഉത്സവങ്ങളും പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്താറുണ്ട്. TCVക്ക് പൂരം ലൈവ് ടെലികാസ്റ്റ് ഭംഗിയായി നടത്തട്ടെ. എല്ലാം വളരെ ഭംഗിയായിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ കഴിഞ്ഞ വർഷത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഒഴിവായി ഇക്കൊല്ലം എല്ലാം
നല്ല ഭംഗിയായി അവസാനിപ്പിക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. TCV ഡയറക്ടർ AG സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സിഗ്നേച്ചർ ഫിലിമിന്റെ അണിയറ പ്രവർത്തകരെ ആദരിച്ചു. TCV ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ, ജനറൽ മാനേജർ മനോജ് കമ്മത്ത് തുടങ്ങി TCV സ്റ്റാഫ് അംഗങ്ങളും സിഗ്നേച്ചർ ഫിലിം അണിയറ പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. TCV ന്യൂസ് തൃശൂർ. പൂരാവേശം നിറച്ച് TCVയുടെ സിഗ്നേച്ചർ ഫിലിം. തൃശൂർ പൂരം കൊടിയേറ്റം മുതൽ ഉപചാരം ചൊല്ലിപ്പിരിയുന്നതുവരെയുള്ള എല്ലാ ചടങ്ങുകളും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന TCV ഇത്തവണയും പതിവ് തെറ്റിക്കാതെ സിഗ്നേച്ചർ ഫിലിം പുറത്തിറക്കി. അപ്പുനെ വിളിക്കാൻ പോയി അച്ഛനെ കാണാനില്ലല്ലോ. അത് ശരിയാണല്ലോ. അച്ഛൻ എവിടെ പോയി? അച്ഛാ, ഇവരെവിടെ പോയി കിടക്കുക? ഞാൻ പോയി വിളിച്ചിട്ട് ഒന്ന് നോക്കി പോയിട്ട്. ഓ, വിളിക്കാൻ പോയ ആളെ കാണാനല്ലോ. ശരിയാക്കി തരാല്ലേ അതിന്. എല്ലാത്തിനും ഞാൻ ഒന്ന് കൊടുക്കരുത്. TCVയുടെ തത്സമയ സംപ്രേഷണം ചാനലിന് മുന്നിൽ തന്നെ ഇരുന്ന് പൂർണ്ണമായി ആസ്വദിക്കുന്ന കുടുംബാന്തരീക്ഷമാണ് തീം. TCV ക്യാമറമാനും നിരവധി ഷോർട്ട് ഫിലിമുകളുടെ സംവിധായകനുമായ ഷിബി പോട്ടോരാണ് 2 മിനിറ്റ് ദൈർഘ്യമുള്ള സിഗ്നേച്ചർ ഫിലിമിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. രഞ്ജിത്ത് രാജൻ എഡിറ്റിംഗും വിജേഷ് നാഥ് മരത്തങ്കോട് ക്യാമറയും നിർവഹിച്ചിരിക്കുന്നു. PV ഷാമിലാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. മനുമായ രതീഷ് കുമാർ, ജഗൻ ശ്യാം ലാൽ, HS ഹരിത, ജയപ്രകാശ്, പൊന്നി സുദർശൻ എന്നിവരാണ് വേഷമിട്ടിട്ടുള്ളത്. പ്രേക്ഷകർക്ക് പൂരാവേശം സമ്മാനിക്കുന്നതാണ് സിഗ്നേച്ചർ ഫിലിം. പൂരങ്ങളുടെ പൂരം TCVയിൽ തത്സമയം. പൂരമാസ്വദിക്കൂ, പൂരത്തിന്റെ മനസ്സറിഞ്ഞ TCVക്കൊപ്പം. കഴിഞ്ഞ 11 വർഷം കൊണ്ട് രാജ്യത്തുടനീളം നടന്ന മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളോട് സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. ശ്രീനാരായണപുരം ആലയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെയാണ് BJPയുടെ ഇനി വരാൻ പോകുന്ന മാസ്റ്റർ പ്ലാൻ പദ്ധതിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് S സുരേഷ്, KP ജോർജ്, സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KP ഉണ്ണികൃഷ്ണൻ, കൃപേഷ് ചെമ്മണ്ട എന്നിവർ സംസാരിച്ചു. മുമ്പേ വികസിത കേരളം ടീം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ജില്ലാ ഭാരവാഹികൾ പേരെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഇത് എൻ്റെ ആദ്യത്തെ ദിവസമാണ് ഈ വികസിത കേരളം കൺവെൻഷൻ പങ്കെടുക്കാൻ. ഞാൻ ആദ്യം ഇന്ന് രാവിലെ തൃശ്ശൂർ സിറ്റി പോയി, ഇപ്പോൾ ഇവിടെ കൊടുങ്ങല്ലൂർ എത്തി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഇന്ന് വന്നു. ഈ വികസിത കേരളം എന്ന കൺവെൻഷൻ പങ്കാളിയാവാൻ എല്ലാവരും ഇവിടെ എത്തി. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ വികസിത് കേരളം എന്താണ്, എന്തുകൊണ്ട് ഇത് മുദ്രാവാക്യം മാത്രമല്ല, ഇത് നമ്മുടെ പാർട്ടിന്റെ ഒരു ദൗത്യം, ഒരു ലക്ഷ്യം, നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയും ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഒരു സൃഷ്ടിക്കാൻ അത് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നു. കൊടുങ്ങല്ലൂർ ഒരു പുരാതന നഗരമാണ്. മുദ്രീസ് ലോകപ്രസിദ്ധമാണ്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ചെയർമാൻ പള്ളി ഇവിടെയാണ്. സെന്റ് തോമസ് ആദ്യം വന്നത് ഇവിടെയാണ്. തൃശൂർ പൂരം വിളംബരത്തിന് നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരനട തുറക്കാൻ ഇക്കുറിയും കൊച്ചിൻ ദേവസ്വം ബോർഡ് ശിവകുമാർ തന്നെ. ദേവസ്വം കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്.
തൃശൂർ പൂരം ഘടകപൂരങ്ങൾക്കുള്ള ധനസഹായം പൂരം കൊടിയേറ്റത്തിന് മുൻപായി വിതരണം ചെയ്യുന്നതിനും സമയക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നതിനും തീരുമാനിച്ചു. കൊടിയേറ്റം മുതൽ പൂരം ഉത്രം കൂടിയുള്ള ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഘടകപൂരങ്ങൾക്കും നിത്യചടങ്ങുകൾക്കുമുള്ള ആനകളെ നൽകുന്നതിനും തീരുമാനിച്ചു. യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മാള പോലീസ് ക്വാർട്ടേഴ്സ് സ്ഥലത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിനീക്കണമെന്ന ആവശ്യവുമായി അയൽവാസിയുടെ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക്. ക്വാർട്ടേഴ്സിന് സമീപം താമസിക്കുന്ന OK ബെന്നിയാണ് റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകി കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനായി കാത്തിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് മാള പോലീസ് SHOയോട് പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടാകാതായപ്പോഴാണ് ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചത്. ക്വാർട്ടേഴ്സിന്റെ 1 ഏക്കർ സ്ഥലം ഉപയോഗശൂന്യമായി കാടുകയറി കിടക്കുകയാണ്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതിനാൽ താമസത്തിനുള്ള ഒരു കെട്ടിടം മാത്രമാണ് ഉള്ളത്. കാറ്റും മഴയ്ക്കും ഇത് വലിയൊരു വിപത്തിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഈ മരങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണങ്ങി നിൽക്കുന്നത്. കൂടാതെ ഈ പോലീസ് ക്വാർട്ടേഴ്സ് മൊത്തത്തിൽ കാട് പിടിച്ച് ഇവിടെ ഈ തെരുവ് നായ്ക്കളും മറ്റ് പാമ്പും മറ്റ് മൃഗങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഞങ്ങൾക്ക് പരിസരവാസികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയെല്ലാം വലിയ ശല്യമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഈ മരങ്ങൾ വെട്ടി തന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് നമ്മളുടെ ഒരു അഭ്യർത്ഥന. പാവറട്ടി പുതുമനശ്ശേരി ജുമാ മസ്ജിദ് പള്ളി ഓഫീസിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച് മോഷണം. ഏകദേശം 10,000 രൂപ നഷ്ടപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. പാവറട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പള്ളിയിലെ ദിക്ർ മജ്ലിസ് അതുമാതിരി തന്നെ സലാത്ത് എന്നീ 2 നേർച്ചപ്പെട്ടികളുണ്ടായിരുന്നു. അതിൽ നിന്ന് അത് രണ്ടും കുത്തിപ്പൊളിച്ച് അതിൽ നിന്ന് ഏതാണ്ട് ഒരു 10,000 രൂപയുടെ ഒരു നഷ്ടം വന്നിട്ടുണ്ട്. ഞങ്ങൾ പോലീസിനെ അറിയിച്ചു. ഉടനെ പോലീസ് വന്ന് സംഘങ്ങളൊക്കെ നോക്കി കണ്ടിട്ട് പോയിട്ടുണ്ട്. തയ്യൂർ സ്വദേശിയായ ബസ് ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു. പട്ടിയാത്ത് വീട്ടിൽ വിജയന്റെ മകൻ ജിത്തു എന്ന് വിളിക്കുന്ന 29 വയസ്സുള്ള വിവേകാണ് മരിച്ചത്. മസ്തിഷ്കാഘാതമാണ് മരണകാരണമെന്ന് കരുതുന്നു. കുന്നംകുളം തൃശൂർ മെഡിക്കൽ കോളേജ് വഴി പോകുന്ന MKK ബസ്സിലെ ഡ്രൈവറാണ് ജിത്തു. രാവിലെ ഗുരുവായൂരിൽ നിന്ന് ബസ് ഓടിച്ച് തൃശൂരിൽ എത്തിയപ്പോൾ ശക്തമായ തലവേദന അനുഭവപ്പെടുകയും രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 15 വർഷം മുൻപ് മായന്നൂർ തണൽ ബാലാശ്രമത്തിൽ എത്തിയ അരുന്ധതി വിവാഹിതയായി. കൊല്ലം കരിക്കോട് ശ്രീകൃഷ്ണ ഭവനത്തിലെ ആകാശ് ആണ് താലി ചാർത്തിയത്. അരുന്ധതി 2023 MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും റാങ്കോടുകൂടി LLM നേടിയിരുന്നു. ഒറ്റപ്പാലം ബാറിലെ അഡ്വക്കേറ്റായ അരുന്ധതി സാമൂഹിക മണ്ഡലത്തിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. നിലവിൽ കൊണ്ടാഴി സേവാഭാരതി വൈസ് പ്രസിഡന്റാണ്. പട്ടികജാതി ക്ഷേമസമിതി ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് ഏരിയ തല സെമിനാറും പഠന ക്ലാസും സംഘടിപ്പിച്ചു. PKS സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ഉപവർഗീകരണവും സുപ്രീംകോടതി വിധിയുടെ പ്രത്യാഘാതങ്ങളും PKS നിലപാടും സംബന്ധിച്ച വിഷയത്തിൽ PKS ജില്ലാ കമ്മിറ്റി അംഗം PK മോഹനൻ ക്ലാസ് നയിച്ചു. CD സിജിത്ത്, AV ഷൈൻ, PK മനു മോഹൻ, വത്സല ബാബു എന്നിവർ സംസാരിച്ചു. ബാബ സയ്യിദ് കൾച്ചറൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ഗുരുവായൂരിലെ പൊതുപ്രവർത്തകൻ PI സൈമണിന് സമ്മാനിച്ചു. അബുദാബി മലയാളി സമാജം പ്രസിഡന്റ് സലീം ചിറക്കൽ പുരസ്കാരം സമ്മാനിച്ചു. നഗരസഭാ കൗൺസിലർ KPA റഷീദ് അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ അബ്ദുട്ടി കൈതമുക്ക്, ഷാജു പുതൂർ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ബാലൻ വാർനാട്ട്, PI ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായി ഗ്രാമീണ വായനശാലയുടെ 72ാം വാർഷികം ആഘോഷിച്ചു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായി. വിവിധ പുരസ്കാരങ്ങൾ നേടിയ കലാനിലയം ഗോപി, കലാമണ്ഡലം സംഗീത പ്രസാദ്, നെല്ലുവായി മുരളി, നന്ദകുമാർ നെല്ലുവായി, KNP നമ്പീശൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, എഴുത്തുകാരൻ PL ജോമി, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ എന്നിവർ സംസാരിച്ചു. ഓരോ കുട്ടിയുടെയും ആവശ്യത്തിനനുസരിച്ചല്ല, അതിൻ്റെ അപ്പുറത്ത് കുട്ടികൾ ചോദിക്കുമ്പോൾ
അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന രക്ഷകർത്താക്കൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അവരുടെ ഓരോ ആവശ്യങ്ങളും നാം നിറവേറ്റി കൊടുക്കേണ്ടത് തന്നെയാണ്. അവർക്ക് വസ്ത്രമില്ലെങ്കിൽ ആ വസ്ത്രം ഉണ്ടാക്കി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച സമകാലീന നോവൽ സാഹിത്യ സംവാദ പരിപാടി എഴുത്തുകാരൻ എസ്.കെ. വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ഫോറം പ്രസിഡന്റ് കെ. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ ഇ. സന്തോഷ് കുമാർ, സി.എസ്. ചന്ദ്രിക, ഡോക്ടർ ആനന്ദൻ, സുനിത വിൽസൺ എന്നിവർ സംസാരിച്ചു. തളിക്കുളം പഞ്ചായത്തിൽ ഫലവൃക്ഷ തൈകളുടെ വിതരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. സി. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി. കെ. അനിത അധ്യക്ഷയായി. ബ്ലോക്ക് അംഗം വി. കല, കൃഷി ഓഫീസർ ടി. ആർ. അഞ്ജന, അംഗങ്ങളായ സൈനുദ്ദീൻ, കെ. കെ. അനിൽകുമാർ, ബുഷറ അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ വിഭാഗം ആളുകൾക്കും നൽകിക്കൊണ്ടാണ് ബി.ജെ.പി. തൃശൂർ നോർത്ത് ജില്ല സംഘടിപ്പിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ കുന്നംകുളത്ത് ചൊവ്വാഴ്ച നടക്കും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ. ആർ. അനീഷ്, വിപിൻ കുടിയേടത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1 കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ ഇരിഞ്ഞാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നുപീടിക സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ റനീസിനെയാണ് ഇരിഞ്ഞാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷെയർ ട്രേഡിംഗിൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് കാറളം കിഴുത്താണി സ്വദേശിയിൽ നിന്ന് 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. തട്ടിപ്പ് സംഘത്തിന് സഹായം ചെയ്തു കൊടുക്കുന്ന ഏജന്റായി പ്രവർത്തിച്ചതിനാണ് റനീസിനെ അറസ്റ്റ് ചെയ്തത്. മുല്ലക്കര മുസ്ലിം മഹല്ല് ജമാഅത്തിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ബൈക്ക് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ്, മഹല്ല് പ്രസിഡന്റ് സിദ്ദിഖ് വാരപ്പറമ്പിലിനെ പതാക നൽകി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പൊതുസമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് കെ. രാജൻ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഖത്തീബ് കബീർ നിസാമി, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ SP സുധീരൻ, എക്സൈസ് തൃശൂർ റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ കെ. ലത്തീഫ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു. ആട്ടൂർ ബ്രദേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് കോലഴി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ തുടക്കമായി. നാഷണൽ ഗെയിംസ് ചാമ്പ്യൻ ബിജേഷ് ബാലൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് AB ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു. കോലഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MD വികാസ് രാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഉഷ രവീന്ദ്രൻ, നിജ ജയകുമാർ, ക്ലബ്ബ് ജനറൽ ക്യാപ്റ്റൻ ജിഷ്ണു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലുവാമല പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും വയോജനങ്ങൾക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം പ്രകാശൻ, ICDS സൂപ്പർവൈസർ ദീപ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സമിതി സെക്രട്ടറി TG അജോ, PJ ആന്റണി, മിമിക്രി കലാകാരൻ ശ്രീജിത്ത് പേരാമ്പ്ര, പ്രദീപ് കല്ലിങ്ങപ്പുറം എന്നിവർ സംസാരിച്ചു. ഈ മാസം 28, 29 തീയതികളിലായി ഗുരുവായൂരിൽ നടക്കുന്ന ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് പതാക ഉയർത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി TB ദയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M. ജയപ്രകാശ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TS ബാബു, MT മായാദേവി, ഏരിയ കമ്മിറ്റി അംഗം ബബിത കാരക്കാട്, ജെയിംസ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. പഴവൂർ പാലത്തിനടിയിൽ എരുമപ്പെട്ടി സ്വദേശിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നത്തേരി ഉമിക്കുന്ന നഗറിൽ തേരിൽ വീട്ടിൽ 62 വയസ്സുള്ള ശിവദാസനാണ് മരിച്ചത്. ശിവദാസനെ രാവിലെ മുതൽ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താന്യം കിഴുപ്പള്ളിക്കരയിൽ പ്രായപൂർത്തിയാകാത്തവരുൾപ്പെടുന്ന ലഹരി സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. നാരായണം കുളങ്ങര ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഏറ്റുമുട്ടലിനിടെ ഒരാൾക്ക് വെട്ടേറ്റു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,303 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. വിടവാങ്ങിയത് വിശ്വാസത്തിൽ ഉറച്ച് ധീരമായ നിലപാടെടുത്ത വ്യക്തിത്വം. സർക്കാരിന്റെ മദ്യനയത്തിൽ കള്ളുചെത്ത് വ്യവസായത്തിന് സംരക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. പരമ്പരാഗത തൊഴിൽ മേഖല സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രാജേന്ദ്രൻ. വെണ്ടൂരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന് ആരോപണം. ഭക്ഷണം കഴിച്ചത് അങ്കമാലിയിലെ ഹോട്ടലിൽ നിന്ന്. പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായി പരാതി. ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സമീപമുള്ള ഭൂവുടമ ആക്ഷേപവുമായി രംഗത്ത്. കുന്നംകുളം കണിയാമ്പലിൽ പന്നികളുടെ ആക്രമണത്തിൽ പന്നിവേട്ടക്കാരന് ഗുരുതര പരിക്ക്. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. ഏനാമാവ് കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ കൊമ്പൻ കരുവന്തല ഗണപതി ചരിഞ്ഞു. വിട പറഞ്ഞത് ഉത്സവങ്ങളിലെ നിറസാന്നിധ്യം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.